I walk at a speed of 30 km/h and reach the destination 2 hours exactly on time. If I increase my speed by 5 km/h, how early would I reach the destination എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് എത്ര മിനിറ്റ് മുമ്പ് ഞാൻ എത്തുമെന്ന. 10 km/h സ്പീഡുള്ള ഒരാള് 2 അവറിൽ എന്താണ് ഒരിടത്തെത്തി, ഡെസ്റ്റിനേഷനിലെത്തി. അയാൾ കറക്റ്റ് ടൈമിലാണ് എത്തിയിരിക്കുന്നത്. എന്താണ് അയാളുടെ സ്പീഡ് 5 കിലോമീറ്റർ കൂടി കൂട്ടിയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ സ്പീഡ് എത്രയാണ്? ഇപ്പോഴത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 10 ഇപ്പോഴെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 2 അവർ ആണ് അല്ലെ. 2 അവർ എന്ന് പറഞ്ഞാൽ എന്താണ് 120 ഡിവൈഡഡ് ബൈ 60 മിനിറ്റ്സ് ആയിരിക്കും. 120/60 എന്ന് പറയുമ്പോൾ 2 അവർ തന്നെയല്ലേ വരുന്നത്. അടുത്തയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 5 കിലോമീറ്റർ കൊണ്ട് കൂട്ടുമ്പോൾ 15 ആയിരിക്കും വരുന്നത്. ഇനി അയാളുടെ ടൈം നമുക്ക് അറിയത്തില്ല. ആ ടൈം നമുക്ക് കണ്ടുപിടിച്ചിട്ട് എന്താണ് അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആൻസർ. എത്ര സമയം അയാൾക്ക് ലാഭിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടിടത്തും ഡിസ്റ്റൻസ് സെയിം അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. എന്താണ് 10 ഇൻറ്റു ഞാൻ 2 അവറിനെ ഞാൻ 120 ഡിവൈഡ് ബൈ 16 എടുത്തു ഈക്വൽ ടു 50 ഇൻറ്റു T2. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് വരും? എന്താ വരുന്നത്? T2ന്റെ വാല്യൂ എത്ര വരും? 15 ഇതും കൂടി ക്യാൻസൽ ചെയ്യും, 8 ആവും. എന്താണ് 80/60 ആയിരിക്കും എന്ത് T2ന്റെ വാല്യൂ വരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ എത്ര മിനിറ്റ് എടുക്കുന്നു? 80/60 എന്ന് പറയുമ്പോൾ 80 മിനിറ്റ് എന്നല്ലേ വരുന്നത്. 80 മിനിറ്റ് ആണ് നമ്മൾ ഇപ്പൊ എടുക്കുന്നത്. നേരത്തെ 120 എടുത്ത സ്ഥാനത്ത് ഇപ്പൊ 80 മിനിറ്റ്സ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ലാഭിക്കുന്ന സമയം എന്ന് പറയുന്നത് T1ഉം T2ഉം തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കത്തില്ല നമുക്ക് വരുന്നത്. T1 എന്ന് പറഞ്ഞാൽ 120 മിനിറ്റ് ആണ്. അതേപോലെ തന്നെ T2 എന്ന് പറഞ്ഞാൽ 80 മിനിറ്റ് ആയിരിക്കും അത് അല്ലെ. 120 മൈനസ് 80 മിനിറ്റ് എത്രയാണ്? 40 മിനിറ്റ്സ് ആയിരിക്കും നമുക്ക് ലാഭിക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലെ? 40 മിനിറ്റ് ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. ഞാൻ ഡിസ്റ്റൻസിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. ഞാൻ ടൈമിനെ 120 ഡിവൈഡ് ബൈ 16 അങ്ങ് എടുത്തു. അപ്പൊ എന്ത് തന്നു നമുക്ക്? 120 ഡിവൈഡ് ബൈ 16 എടുത്തു. അപ്പൊ നമുക്ക് T2ന്റെ വാല്യൂ നമുക്ക് 80 മിനിറ്റ് 80/60 കിട്ടി. അത് 80 മിനിറ്റ് ആണ് കിട്ടിയത്. നേരത്തെ 120 എടുത്ത സ്ഥാനത്ത് ഇപ്പൊ 80 എടുത്താൽ മതി. അതായത് 40 മിനിറ്റ് ആയിരിക്കും നമ്മുടെ ലാഭം. അല്ലെങ്കിൽ 40 മിനിറ്റിന് മുമ്പേ നമുക്ക് അവിടെ എത്താൻ സാധിക്കും. ക്ലിയർ ആണോ? On a with the speed v, r covers a distance in t time. എന്താണ് v സ്പീഡ് വെച്ച് r എന്ന് പറയുന്ന ഒരാള് t ടൈം കൊണ്ട് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഓക്കെ അല്ലെ? നെക്സ്റ്റ് ഡേ he covers a distance in 0.75 t time. What is his speed in the next day എന്നാ ചോദിച്ചിട്ടുള്ളത്. രണ്ടുപേരും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആണ് എങ്കിൽ നമുക്ക് സ്പീഡിനെയും ടൈമിനെയും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ ദിവസത്തെ അയാളുടെ സ്പീഡ് കിട്ടും. ഒന്നാമത്തെ ദിവസത്തെ അയാളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ v ആണ്. എന്താണ് രണ്ടാമത്തെ ദിവസത്തെ അയാളുടെ സ്പീഡ് നമുക്ക് അറിയത്തില്ല. ടൈം ഒന്നാമത്തെ ദിവസത്തെ ടൈം എന്ന് പറയുന്നത് ടി ആണ് അല്ലെ. ടൈം എന്ന് പറഞ്ഞാൽ ടി ആണ്. രണ്ടാമത്തെ സ്പീഡ് അറിയത്തില്ല. ടൈം എന്ന് പറയുന്നത് 0.75 ടി ആണ്. രണ്ടിടത്തും ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് രണ്ട് ഡിസ്റ്റൻസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും അല്ലെ. 0.75 നമുക്ക് വേണമെങ്കിൽ 3/4 ടി എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? 3/4 എന്ന് പറഞ്ഞാൽ 0.75 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പൊ നമുക്ക് രണ്ടിടത്തെയും ഡിസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ v ഇൻറ്റു ടി ഈക്വൽ ടു S2 നമുക്ക് അറിയത്തില്ല ഇൻറ്റു 3/4 ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ അല്ലേ? ടിയും ക്യാൻസൽ ആയിപ്പോ S2നെ നമുക്ക് ഈ S2 ഇവിടെ ഇട്ടിട്ട് 3/4 അപ്പുറത്തുണ്ടാവും. അപ്പൊ v ഇൻറ്റു 4/3 എന്നായിരിക്കും നമ്മുടെ എന്ത് S2ന്റെ വാല്യൂ. അപ്പൊ എന്താണ് S2 രണ്ടാമത്തെ ദിവസം സ്പീഡ് എന്ന് പറയുന്നത് 4/3 ഇൻറ്റു v ആയിരിക്കും വരുന്ന ആൻസർ. ക്ലിയർ ആണോ? 4/3 ഇൻറ്റു v v അവിടെ ഇതായിരിക്കും വരുന്ന ആൻസർ. ക്ലിയർ ആണോ? Okay, next question. A farmer traveled a distance of 61 kilometer in 9 hours. എന്താണ് അയാൾ 61 കിലോമീറ്റർ 9 മണിക്കൂർ കൊണ്ടാണ് അയാൾ ട്രാവൽ ചെയ്തത്. ഹി ട്രാവൽഡ് പാർട്ട്ലി ഓൺ ഫുട്ട് അറ്റ് 4 km/h. കുറച്ച് ഭാഗം അയാൾ നടന്നും കുറച്ച് ഭാഗം എന്താണ് അയാൾ സൈക്കിളിൽ 9 km/hലുമാണ് പോയത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓൺ ഫുട്ട് എന്ന് വെച്ചിരിക്കുന്നത്. എന്താണ് നടന്നു പോയ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലെ? ആദ്യം അയാളുടെ ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് പാർട്ട്ലി ഉള്ള എന്താണ് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലെ? നമുക്കിത് അലിഗേറ്റ് ചെയ്ത് നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ അയാളുടെ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ അയാളുടെ സ്പീഡ് ടോട്ടൽ സ്പീഡ് എന്ന് പറയുന്നത് 61 ഡിവൈഡഡ് ബൈ 9 ആയിരിക്കും. കാരണം ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് സ്പീഡ്. 61/9 ആണ് അയാളുടെ ആവറേജ് സ്പീഡ്. അയാൾ നടന്നു പോയ സ്പീഡ് എന്ന് പറയുന്നത് 4ഉം അതേപോലെ അയാൾ സൈക്കിളിൽ പോയ സ്പീഡ് എന്ന് പറയുന്നത് 9ഉം ആണ്. ഓക്കെ അല്ലെ? നമുക്കിത് അലിഗേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ അലിഗേറ്റ് ചെയ്യാൻ പോകുന്നത് km/h അതായത് സ്പീഡിനെയാണ് നമ്മൾ അലിഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? നമ്മൾ സ്പീഡിനെ അലിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടും ഡിനോമിനേറ്ററിൽ എന്താണോ അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ അവർ എന്ന് പറഞ്ഞാൽ ടൈം ആണ്. ടൈമിന്റെ റേഷ്യോ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് ടൈമിന്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. അത് വെച്ചിട്ട് നമുക്ക് സ്പീഡുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് ഫസ്റ്റിലെ നടന്നു പോയ സ്പീഡ് എന്ന് പറഞ്ഞാൽ 4ഉം
അതേപോലെ തന്നെ സൈക്കിളിൽ പോയ സ്പീഡ് എന്ന് പറയുന്നത് 9, അയാളുടെ മീൻ അതായത് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 61/9 വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 61/9 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 9 വെച്ചിട്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, 9 വെച്ചിട്ട് നമുക്ക് ഈ ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടി നമുക്ക് 9 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 9, ഇവിടെയും 9, ഇവിടെയും 9. അപ്പൊ നമുക്ക് എന്ത് വരും? പുതിയ വാല്യൂസ് വരും. പക്ഷെ എപ്പോഴും നമ്മൾ ഓർത്തോണം, നമ്മുടെ എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈ 4ഉം ഈ 9ഉം ഈ 61/9 ആണ് വരുന്നത്. നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് തന്നെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പുതിയ സ്പീഡ് നമുക്ക് എഴുതാം. 4 × 9 36, ഇവിടെ 9 × 9 81, ഇവിടെ 9 ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി 61 ആയിരിക്കും വരുന്ന ആൻസർ. 36ഉം 61ഉം നമ്മൾ ഡിഫറൻസ് നോക്കുക, എത്ര വരും? 25 ആയിരിക്കും വരുന്ന ഡിഫറൻസ്. അതേപോലെ 81 61 നമ്മൾ ഡിഫറൻസ് നോക്കുക, 20 ആയിരിക്കും വരുന്ന ഡിഫറൻസ്. 20:25 ആണെന്ത് നമ്മളുടെ എന്താണ് ടൈമിന്റെ റേഷ്യോ. നമുക്ക് കിട്ടുന്ന ടൈമിന്റെ റേഷ്യോ ആണ്. അതിനെ നമുക്ക് വെട്ടി ചെറുതാക്കാം. 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 4:5 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ നമ്മൾ എടുത്ത ടൈം 9 ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന 4:5. അപ്പൊ ഇവിടുത്തെ ഈ 9 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എത്ര തന്നെയാണ്? 9 തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ 4 മണിക്കൂറാണ് അയാൾ നടന്നു പോയത് അല്ലെ? 4 മണിക്കൂർ നടന്നു പോയി. എത്ര സ്പീഡില്? 4 സ്പീഡിൽ തന്നെ അയാൾ നടന്നു പോയത്. 9 മണിക്കൂറാണ് അയാൾ സൈക്കിളിൽ പോയത്. എത്ര സ്പീഡില്? 5 മണിക്കൂറാണ് അയാള് സൈക്കിളിൽ പോയത്. എത്ര സ്പീഡില്? 9 സ്പീഡിൽ അല്ലെ? അപ്പൊ അയാൾ നടന്നു പോയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് 4 സ്പീഡില് 4 മണിക്കൂർ. എത്രയാ? 4 × 4 16 ആണ് വരുന്ന ആൻസർ. ഇനി നമുക്ക് അയാൾ സൈക്കിളിൽ പോയ സ്പീഡാണ് നമുക്ക് വേണ്ടെങ്കിൽ അയാളുടെ ടൈം എന്ന് പറയുന്നത് 5 ആണ്. 5 × സ്പീഡ് എന്ന് പറഞ്ഞാൽ 9. 5 × 9 45 ആയിരിക്കും വരുന്ന ആൻസർ. തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 61 തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആണോ? 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എ കാർ റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h ആൻഡ് ഇറ്റ് ടേക്സ് 180 മിനിറ്റ് ടു കവർ എ സർട്ടൺ ഡിസ്റ്റൻസ്. 60 km/h പോയപ്പോൾ അയാൾക്ക് 180 മിനിറ്റ്, അതായത് 3 hour ആയിരിക്കും അയാൾക്ക് എടുത്ത എന്താണ് സമയം എന്ന് പറയുന്നത്. ദെൻ വാട്ട് വിൽ ബി ദ ടൈം ടേക്ക് ടു കവർ ദ മാൻ അറ്റ് എ ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് സെയിം ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് 40 km/h എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. എന്താണ് അയാളുടെ സ്പീഡ്? S1 എന്ന് പറഞ്ഞാൽ 60 ആണ്. അയാളുടെ ടൈം എന്ന് പറഞ്ഞാൽ 180 മിനിറ്റ് ആണ്. 180 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3 hour ആണ് അയാൾ എടുക്കുന്നത് അല്ലെ? T1 എന്ന് പറഞ്ഞാൽ 3 hour. അതേപോലെ തന്നെ S2 എന്ന് പറഞ്ഞാൽ 40 km/h ആണ്. T2 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് അപ്പൊ ചെയ്ത് നോക്കാം. 60 × സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്. 60 × 3 = 40 × T2. ഓക്കെ അല്ലേ? അപ്പൊ 60യും ഇവിടെ ഒരു 0 ക്യാൻസൽ ആയി പോകും. 6 × 3 18, 18/4 ആയിരിക്കും T2. അതായത് 9/2 ആയിരിക്കും എന്ത് T2ന്റെ വാല്യൂ വരുന്നത്. അതായത് 4.5 ആണ് T2. അപ്പൊ 4.5 ആണ് നമുക്ക് വരുന്ന ആൻസർ. 4.5 കാണുമ്പോൾ നമ്മൾ ഒരിക്കലും 4 hour 50 minute നമ്മൾ എഴുതരുത്, അത് തെറ്റാണ്. 4.5 മണിക്കൂറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ എന്താണ്? 4 മണിക്കൂർ 30 മിനിറ്റും ആയിരിക്കും നമ്മുടെ ശരിക്കുള്ള ആൻസർ. 4.5 മണിക്കൂർ 4 മണിക്കൂർ 30 മിനിറ്റ്, അതായിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ A ആയിരിക്കും വരുന്ന ആൻസർ. അടുത്തത് എ കാർ ഈസ് twice as fast as car B and car B is thrice as fast as car C. Then distance covered by car C in 60 minutes will be covered car B in എത്ര മിനിറ്റ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് കാർ എയും കാർ ബി കാർ സി എന്ന് പറയുന്ന 3 കാർ നമുക്കുണ്ട്. A B C. അവരുടെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ലാസ്റ്റ് നമുക്ക് കാർ ബി ഈസ് thrice as fast as കാർ സി. കാർ സിയേക്കാൾ 3 ഇരട്ടി ഫാസ്റ്റ് ആണ് കാർ ബി. അപ്പൊ കാർ സി 1 ആണ് സ്പീഡ് എങ്കിൽ കാർ ബിയുടെ സ്പീഡ് എന്തുമായിരിക്കും? 3 ആയിരിക്കും. ഇതിന്റെ 3 ഇരട്ടി ചിലപ്പോൾ 3 ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ കാർ എ എന്ന് പറയുന്നത് എന്താണ്? ടോയ്സ് ആണ് അല്ലെ? കാർ എ എന്ന് പറഞ്ഞാൽ ടോയ്സ് ആണ് കാർ ബിയേക്കാൾ. അപ്പൊ അത്ര 3ന്റെ ഇരട്ടി 6 ആയിരിക്കും ഇവിടെ വരുന്ന സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ 6:3:1 ആണ് അവരുടെ സ്പീഡിന്റെ റേഷ്യോ. ഡിസ്റ്റൻസ് കവേർഡ് ബൈ കാർ സി ഇൻ 60 മിനിറ്റ്. കാർ സിക്ക് 60 മിനിറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ഡിസ്റ്റൻസ് 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ഡിസ്റ്റൻസ് കാർ ബിക്ക് എത്ര സമയം കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിരിക്കുന്നത്. ഇവിടെ 1 സ്പീഡിൽ 60 മിനിറ്റ് എടുക്കുവാണെങ്കിൽ 3 സ്പീഡിൽ എത്രയായിരിക്കും? 20 മിനിറ്റ് ആയിരിക്കത്തില്ലേ എടുക്കുന്നത്. കാരണം 1 × 60 60 വന്നു, 3 × 20 ചെയ്താലേ നമുക്ക് 60 വരത്തുള്ളൂ. ഇനി 6 സ്പീഡിലാണെങ്കിലോ നമുക്ക് 10 മിനിറ്റ് മാത്രം മതി. ഓക്കെ, 10 മിനിറ്റ് ആയിരിക്കും വരുന്ന ആൻസർ. നമുക്ക് ബിയുടെ ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 20 മിനിറ്റ് ആയിരിക്കും വരുന്ന ആൻസർ. അടുത്ത രവി goes to college from his village at a speed of 5 km/h and returns at a speed of 4 km/h. If he takes 9 hours in all, find the distance between the village and college എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന അടുത്തൊരു കൺസെപ്റ്റ് ആണ് എന്താണ്? സെയിം ഡിസ്റ്റൻസിന്റെ കൺസെപ്റ്റ്.
സെയിം ഡിസ്റ്റൻസിന്റെ കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ എനിക്ക് 12 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യണം. 12 കിലോമീറ്റർ എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് വ്യക്തികൾ ട്രാവൽ ചെയ്യാണ്. ഓക്കെ അല്ലേ? അപ്പൊ എയുടെ സ്പീഡ് എന്ന് പറഞ്ഞാല് 4ഉം ബിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3ഉം ആണ്. ഓക്കെ അല്ലേ? അപ്പം 4 km/h, ഇവിടെ 3 km/h. അപ്പൊ എ എടുക്കുന്ന ടൈം എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആയിരിക്കത്തില്ലേ ടൈം? 12/4 എത്രയാണ്? 3 അവർ ആയിരിക്കും എന്താണ് എ എടുക്കുന്ന സ്പീഡ് ടൈം എന്ന് പറയുന്നത്. ബി എടുക്കുന്ന ടൈം എത്രയായിരിക്കും? 12/3 എത്രയാണ്? 4 ആയിരിക്കും ബി എടുക്കുന്ന ടൈം. അപ്പം നമുക്ക് ഇവിടെ സ്പീഡിന്റെ റേഷ്യോ എന്തോ വന്നു? 4:3 ആണ് സ്പീഡിന്റെ റേഷ്യോ. ടൈമിന്റെ റേഷ്യോ എന്തോ വന്നു? 3:4 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ കാര്യം. സെയിം ഡിസ്റ്റൻസ് ആണ് എങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എന്താണോ അതിന്റെ റിവേഴ്സ് ആയിരിക്കും എന്ത്? ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് സ്പീഡിന്റെ റേഷ്യോ A:B ആണ് എങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ B:A ആയിരിക്കും വരുന്ന ആൻസർ. ഓക്കെ അല്ലേ? നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമുക്ക് എന്താണ് 18 കിലോമീറ്റർ ആണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത്. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് വ്യക്തികൾക്ക് 18 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യേണ്ടത്. എ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാല് എ എടുക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞാല് 2ഉം ബി എടുക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞാല് എന്താണ് 6ഉം ആണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? അപ്പം എയുടെ ടൈം എത്രയായിരിക്കും? എയുടെ ടൈം എന്ന് പറഞ്ഞാൽ 18/2 അല്ലേ? 9 അല്ലേ വരുന്നത്. അതേപോലെ തന്നെ ബി എടുക്കുന്ന ടൈം എത്രയായിരിക്കും? 18/6 അല്ലേ? എത്ര? 18/6 എത്രയാണ്? 3 അല്ലേ വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ സ്പീഡിന്റെ റേഷ്യോ എന്തോ വന്നു? 2:6. നമുക്ക് വെട്ടിച്ചെറുതാക്കുമ്പോ എന്ത് വരും? 1:3 എന്ന് വരത്തില്ലേ? അല്ലെ? 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 1:3 എന്ന് വന്നു. ടൈമിന്റെ റേഷ്യോ എന്താണ്? 9:3 ആണ് വരുന്നത്. 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വന്നു? 3:1 ആയിരിക്കും വരുന്ന ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ടൈമിന്റെ റേഷ്യോ എന്താണോ അതിന്റെ റിവേഴ്സ് ആയിരിക്കും സ്പീഡിന്റെ റേഷ്യോ, അല്ലെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എന്താണോ അതിന്റെ റിവേഴ്സ് ആയിരിക്കും എന്ത്? ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ സ്പീഡിന്റെ റേഷ്യോ A:B ആണ് എങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സ്പീഡിന്റെ റേഷ്യോ A:B ആണ് എങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും? B:A ആയിരിക്കും. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ രവി ഗോസ്റ്റ്, നമ്മൾ സെയിം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. രവി ഗോസ്റ്റ് കോളേജ് ഫ്രം ഹിസ് ഓഫീസ് അറ്റ് ദ സ്പീഡ് ഓഫ് 5 km/h. രവി എന്ന് പറയുന്ന ഒരാള് എന്താണ് അയാളുടെ കോളേജിൽ നിന്നും അയാളുടെ വില്ലേജിൽ നിന്നും കോളേജിലേക്ക് എത്തുന്നത് 5 സ്പീഡിലാണ് അല്ലെ? അയാളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് പറഞ്ഞത്. തിരിച്ചു വരുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ അല്ലെ? അപ്പൊ സ്പീഡിന്റെ റേഷ്യോ കിട്ടി. അതായത് നമുക്ക് ഇത് സെയിം ഡിസ്റ്റൻസ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാല് പോയിട്ട് തിരിച്ചു വന്നു എന്നൊരു കൺസെപ്റ്റ് എന്നെ തൊണ്ടെങ്കിൽ, അതായത് പോകുന്നതും വരുന്നതും നമ്മൾ എന്താണ് സെയിം വേയിലൂടെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് എന്തുമായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ അല്ലെ? അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ 5:4 ആണ്. അപ്പൊ ടൈമിന്റെ റേഷ്യോ എന്തുമായിരിക്കും? ഉറപ്പായിട്ടും റിവേഴ്സ് 4:5 ആയിരിക്കും. അയാൾക്ക് ടോട്ടൽ എടുക്കുന്ന ടൈം പോകാനും തിരിച്ചു വരാനും കൂടെ അയാൾക്ക് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇവിടെ നമുക്ക് റേഷ്യോയുടെ ടൈം എത്ര കിട്ടും? 4 5 9 യൂണിറ്റ് അല്ലേ കിട്ടുന്നത്? ശരിക്കും എത്ര തന്നെ? 9 യൂണിറ്റ് തന്നെ. അപ്പൊ നമുക്ക് അവിടെ യൂണിറ്റ് കൺവേർഷന്റെ ആവശ്യമില്ല. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 തന്നെ ആയിരിക്കും വരുന്ന ആൻസർ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വില്ലേജ് ആൻഡ് ദ കോളേജ് എന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ സ്പീഡ് 5ഉം ടൈം എത്ര തന്നെ ആയിരിക്കും? 4 തന്നെ ആയിരിക്കും. കാരണം 9 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 9 ആണ്. ഇവിടെ എന്താണ്? സ്പീഡ് 4 ആണ്, ടൈം എത്രയാണ്? 5 ആണ്. ഇവിടെ നമുക്ക് 5 മണിക്കൂർ നമുക്ക് മാറ്റാൻ നിൽക്കേണ്ട. അപ്പൊ എന്താണ്? 5ഉം 4 സ്പീഡ് ഇൻറ്റു ടൈം, അതായിരിക്കും ഇതിന്റെ ഡിസ്റ്റൻസ്. എത്രയാണ്? 20 കിലോമീറ്റർ ആയിരിക്കും വരുന്ന ഡിസ്റ്റൻസ്. 20 കിലോമീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആണോ? അടുത്തത്, ഇൻ ദ റേഷ്യോ among the time taken by 3 cars to travel a certain distance is 2:3:5. The ratio of the speed of these car will be. എന്താണ്? 3 കാറിന് എന്താണ് സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ആവശ്യമായ ടൈമിന്റെ റേഷ്യോ അല്ലെ? 3 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ആവശ്യമായ ടൈമിന്റെ റേഷ്യോ ആണ് 2:3:5. അപ്പൊ A:B:C എന്ന് നമുക്ക് എഴുതാം. 2:3:5 ആണ് വരുന്ന ആൻസർ. ഓക്കെ അല്ലെ? അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ സ്പീഡിന്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് 3 തരുമ്പോൾ നമ്മൾ എന്തെടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ റിവേഴ്സ് തന്നെയാണ് വരുന്നത്. നമ്മൾ എന്തെടുക്കണമെന്ന് ചോദിച്ചാൽ ഈ ടൈമിന്റെ റേഷ്യോയുടെ LCM എടുക്കുക. 2:3:5 LCM എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 30 ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലെ? ഈ 30 ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുവാണ്. ഓക്കെ അല്ലെ? ഈ 30ക്ക് പകരം നമുക്ക് 60 എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോഴും നമുക്ക് ഈ സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് 30 ആണ് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ 30 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ അവർക്ക് ആവശ്യമുള്ള ടൈം എന്ന് പറഞ്ഞാൽ T ആണ്. അപ്പൊ സ്പീഡ് എത്രയായിട്ട്? 2 ആണ്. അപ്പൊ 30 ഡിവൈഡ് ബൈ 2 ആയിരിക്കത്തില്ലേ നമ്മുടെ സ്പീഡ്? 30/2. 30ന്റെ പകുതി എന്ന് പറയുമ്പോൾ 15 അല്ലേ വരുന്നത്. അടുത്ത എന്താണ്? 30/3 അല്ലേ ബിക്ക് വേണ്ട സ്പീഡ് എന്ന് പറഞ്ഞാൽ 30/3 എത്രയാണ്? 10 ആണ്. 30/5 അല്ലേ സിക്ക് വേണ്ടത്? അത് എത്രയാണ്? 6 ആണ് വരുന്നത്. അപ്പൊ 15:10:6 ആയിരിക്കും നമ്മുടെ ആൻസർ. നമ്മുടെ സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 15:10:6 ആയിരിക്കും കിട്ടുന്ന ആൻസർ.
ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കി എയുടെയും ബിയുടെയും സ്പീഡും ടൈമും തമ്മിലുള്ള റേഷ്യോ നമുക്ക് നോക്കാം. 2:3 ആണ് ടൈമിന്റെ റേഷ്യോ. 15:10 സ്പീഡിന്റെ റേഷ്യോ. 15:10 നമുക്ക് 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 3:2 എന്നല്ലേ വരുന്നത്. അപ്പൊ 2:3 എന്തായി? 3:2 ആയി. റിവേഴ്സ് ആയില്ലേ? അടുത്ത എന്താണ്? ബിയുടെയും സിയുടെയും നമുക്ക് നോക്കാം. 3:5 ആണ് വരുന്നത്. എന്താണ് സ്പീഡിന്റെ റേഷ്യോ എന്താണ്? 10:6. റിവേഴ്സ് വെട്ടി ചെറുതാകുമ്പോൾ എന്ത് വരും? 5:3. നേരത്തെ എന്താണ്? 3:5 ആയിരുന്നു. തിരിഞ്ഞു വന്നില്ലേ? അടുത്തത് എയുടെയും സിയുടെയും നമുക്ക് നോക്കാം. 2:5 ആണ് സ്പീഡിന്റെ റേഷ്യോ. 15:6 ആണ്. വെട്ടി ചെറുതാകുമ്പോൾ എന്ത് വരും? 5:2. 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 5:2. ഇവിടെ 2:5. തിരിഞ്ഞു വന്നില്ലേ? അപ്പൊ എന്താണ്? സെയിം ഡിസ്റ്റൻസ് ആണ് എങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എന്താണോ അതിന്റെ റിവേഴ്സ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ, അല്ലെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്താണോ അതിന്റെ റിവേഴ്സ് ആയിരിക്കും എന്ത്? സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയും. അടുത്തത് എ ട്രക്ക് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 550 meter in 1 minute, whereas a bus covers a distance of 33 kilometer in 45 minutes. The ratio of the speed of the truck to the speed of the bus എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ? ബസ്സിന്റെയും ട്രക്കിന്റെയും സ്പീഡുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ട്രക്കിന്റെ സ്പീഡും ബസ്സിന്റെ സ്പീഡും തമ്മിൽ നമുക്ക് റേഷ്യോ എടുത്താൽ മതി. ട്രക്കിന്റെ സ്പീഡ് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 550 മീറ്റർ ആണ്. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 1 minute അല്ലെങ്കിൽ 60 സെക്കൻഡ് ആയിരിക്കും വരുന്നത് അല്ലെ? മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ ബസ്സിന്റെ സ്പീഡ് എന്താണ്? 33 കിലോമീറ്റർ ഇൻ 45 മിനിറ്റ് എന്നാണ് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിലോമീറ്ററിന് നമുക്ക് എന്താക്കാം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ എന്താണ്? 33 into 1000 ഡിവൈഡഡ് ബൈ 45 മിനിറ്റ്. അപ്പൊ എന്ത് വരും? 45 into 60. ക്ലിയർ ആണോ? 45 into 60 എന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് എടുക്കാം. ഈ 60യും കൂടി ക്യാൻസൽ ആക്കാം. ഈ 0യും കൂടി ക്യാൻസൽ ആക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്തെടുക്കാം? ഈ 45 ഇങ്ങോട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 55 into 45 എന്ന് വരും. ഈസ് ടു 33 into 100 എന്ന് വരും. ഓക്കെ അല്ലേ? 33യും 55നെയും നമുക്ക് വേണമെങ്കിൽ എന്ത് വെച്ച് ക്യാൻസൽ ചെയ്യാം? 11 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 5 into 45 ഈസ് ടു 3 into 100 എന്ന് വരും. ഓക്കെ അല്ലെ? 100ൽ നിന്നും 5ൽ നിന്നും നമുക്ക് ഓരോ 5 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ 20യും വരും. ഇവിടെ എത്ര വരും? 1 വരും. ഇനി 45ൽ നിന്നും 20ൽ നിന്നും നമുക്ക് എന്തെടുക്കാം? ഓരോ 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ 4, ഇവിടെ 3 into 4 ഇവിടെ എന്താണ്? 9 വരും. ഓക്കെ അല്ലെ? 9നെയും 3യെയും നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം 3 വെച്ചിട്ട്. അപ്പൊ ഇവിടെ 3 വരും, ഇവിടെ 4 വരും. 3:4 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. എന്താണ്? അവരുടെ സ്പീഡിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:4 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആണോ? യൂണിറ്റ് കൺവേർട്ട് ചെയ്തിട്ട് റേഷ്യോ എടുത്ത് പോയി. ക്ലിയർ അല്ലേ? ഓക്കെ. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? സ്റ്റുഡന്റ് റീച്ചസ് സ്കൂൾ ഓൺ ബൈസൈക്കിൾ ഇൻ 3/2 hour at a speed of 3 km/h. On his return journey, he rest for half an hour and take a route which is 1 kilometer shorter. What should be the percentage increase in speed of his cycle so that he reaches his home at the same time? എന്താണ്? ഒരു കുട്ടിയാണെങ്കിൽ 3/2 hour കൊണ്ട് 3 km/h സ്പീഡില് സ്കൂളിലെത്തുക. ഓക്കെ അല്ലെ? തിരിച്ച് അയാൾ വരുമ്പോൾ എന്താണ്? ഹാഫ് അവർ അയാൾ റെസ്റ്റ് എടുക്കുന്നത്. 30 മിനിറ്റ് അയാൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ബാക്കി സമയം അയാൾ തിരിച്ച് സഞ്ചരിക്കാൻ എടുക്കുന്നത്. അതും അയാൾ എന്താണ്? നേരത്തെ പോയതിനേക്കാൾ എന്താണ്? 1 കിലോമീറ്റർ ഷോർട്ടർ ആയിട്ടുള്ള വഴി കൂടാൻ വരുന്നത്. നേരത്തെ പോയതിനേക്കാൾ 1 കിലോമീറ്റർ കുറച്ച് വന്നാൽ മതി. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾ എന്താണ്? കറക്റ്റ് എന്താണ്? 1.5 മണിക്കൂർ അയാൾ തിരിച്ചു വരാൻ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര സ്പീഡാണ് അയാളുടെ ഇൻക്രീസ് ആക്കിയെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ 3/2 hour ആണ്. ഒന്നാമത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 km/h ആണ്. അപ്പൊ അയാളുടെ ഡിസ്റ്റൻസ് നമുക്ക് നോക്കിക്കൂടെ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 into 3/2 എത്രയാണ്? 9/2 ആണ് വരുന്ന അയാളുടെ സ്പീഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ 9/2 എന്ന് പറയുമ്പോൾ 4.5 കിലോമീറ്റർ ആയിരിക്കും അയാളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഡിസ്റ്റൻസ്. രണ്ടാമത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനേക്കാൾ എന്താണ്? 1 കിലോമീറ്റർ കുറവല്ലേ? അപ്പൊ എത്രയായിരിക്കും? 3.5 കിലോമീറ്റർ അല്ലേ കാണത്തുള്ളൂ അല്ലെ? ഇതിനകത്ത് അയാൾ 1.5 മണിക്കൂറാണ് അയാള് ട്രാവൽ ചെയ്യാൻ എടുക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? അയാളുടെ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അരമണിക്കൂർ അയാൾ റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നു. ബാക്കി 1 hour അല്ലേ അയാൾ എന്തെടുക്കുന്നുള്ളൂ? ട്രാവലിംഗ് എടുക്കുന്നുള്ളൂ. അപ്പൊ അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? S2 എന്ന് പറഞ്ഞാൽ 3.5 ഡിവൈഡഡ് ബൈ എന്താണ്? 1. അപ്പൊ എത്രയാണ്? 3.5 തന്നെ ആയിരിക്കും അയാളുടെ സ്പീഡ് എന്ന് പറഞ്ഞത്. നേരത്തെ സ്പീഡ് 3 ആയിരുന്നു. ഇപ്പോഴത്തെ സ്പീഡ് എത്രയാണ്? 3.5 ആണ്. എത്ര കൂടി? 0.5 ആണ് കൂടിയത്. ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുമ്പോൾ 3 ആണ് into 100. ഓക്കെ അല്ലെ? ക്യാൻസൽ ചെയ്യുമ്പോൾ 1/6 എന്ന് കിട്ടും. 1/6 into 100 വരുന്നത് എന്താണ്? 16/2/3 അല്ലെങ്കിൽ 16.66% ഇങ്ങനെ ആയിരിക്കും വരുന്ന ആൻസർ. നമ്മുടെ ഓപ്ഷനകത്ത് ഇത് 1623 അല്ല, 16 2/3% ആയിരിക്കും വരുന്ന ആൻസർ. ഓപ്ഷൻ എ ആണ് വരുന്ന ആൻസർ.